നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ നാശം വിതച്ച് വൻ ചുഴലിക്കാറ്റ്. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. തെങ്ങുകളും മറ്റു മരങ്ങളും വൈദ്യുത തൂണുകളും ഉൾപ്പെടെ കടപുഴകി വീണു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KM ബല്ലാൽ ഉദ്ഘാടനം ചെയ്തു. കുമ്പള പഞ്ചായത്തിലെ മുൻ ജീവനക്കാരൻ പണം തട്ടിയെടുത്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറ. അടിയന്തര ഭരണസമിതി യോഗം ചേരും. റോട്ടറി ക്ലബ് കാസർഗോഡ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകി. ജില്ലാ പോലീസ് മേധാവി P. ബിജോയ് ഉദ്ഘാടനം ചെയ്തു. കാവുകോളി ശ്രീ ശിവക്ഷേത്ര ചതുർവേദ ജ്ഞാന മഹായജ്ഞം നക്ഷത്ര വനവൽക്കരണ പരിപാടി ശനിയാഴ്ച നടക്കും. ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ സൂചനാ പണിമുടക്ക് ആഗസ്റ്റ് 8-ന് സമര നോട്ടീസ് നൽകി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ നാശം വിതച്ച് വൻ ചുഴലിക്കാറ്റ്. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റുണ്ടായത്. ശക്തമായ കാറ്റിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. തെങ്ങുകളും മറ്റു മരങ്ങളും വൈദ്യുതി തൂണുകളും ഉൾപ്പെടെ കടപുഴകി വീണു. പലയിടങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം നിലയ്ക്കുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ വ്യാഴാഴ്ച പുലർച്ചെയോടെ വീശിയടിച്ചത് വൻ ചുഴലിക്കാറ്റ്. ശക്തമായ കാറ്റിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. തെങ്ങുകളും മറ്റു മരങ്ങളും വൈദ്യുതി തൂണുകളും ഉൾപ്പെടെ കടപുഴകി വീണു. പലയിടങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം നിലയ്ക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായി വീശിയടിച്ച ചുഴലിക്കാറ്റ് തൃക്കരിപ്പൂർ മേഖലയിലാണ് കൂടുതൽ നാശം വിതച്ചത്. വിവിധ മേഖലകളിൽ വൈദ്യുത തൂണുകളും ലൈനുകളും നിലംപൊത്തി. വീടുകൾക്കും കാർഷിക വിളകൾക്കുമാണ് കാര്യമായ നാശമുണ്ടായത്. നിരവധി വീടുകൾക്ക് മുകളിൽ മരങ്ങൾ മുറിഞ്ഞു വീണു. നൂറുകണക്കിന് ഫലവൃക്ഷങ്ങൾ നശിച്ചു. പേക്കടം, ആയിറ്റി, പരത്തിച്ചാൽ, മണിയനൊടി, വടക്കേക്കൊവ്വൽ, പൂച്ചോൽ, കൊയോങ്കര തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. കുലച്ച വാഴകളും തെങ്ങുകളും കുടംപുളി മരങ്ങളുമാണ് കൂടുതലായി നശിച്ചത്. പല വീടുകളുടെയും ജനൽ ചില്ലുകൾ മരം വീണ് തകർന്നു. ആയിറ്റിയിൽ മേൽക്കൂരയുടെ ഷീറ്റുകൾ 200 മീറ്റർ ദൂരത്തേക്ക് പറന്നുപോയി. വ്യാഴാഴ്ച പുലർച്ചെ 12 കഴിഞ്ഞതോടെയാണ് വലിയ ശീൽക്കാര ശബ്ദത്തോടെ ചുഴലിക്കാറ്റടിച്ചത്. തീരദേശത്തെ ആയിറ്റി മുതൽ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലെ കൊയോങ്കര വരെയാണ് കാറ്റ് വീശിയടിച്ചത്. പേക്കടം, ചവേലക്കൊവ്വൽ റോഡ്, ബദയിൽ റോഡ്, ഉദിനൂർ റോഡ് എന്നിവിടങ്ങളിൽ വൈദ്യുത ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴുകയായിരുന്നു. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും 3 മണിക്കൂറിലധികം സമയം കൊണ്ടാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത്. വൈദ്യുത വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ശക്തമായ കാറ്റിൽ വടക്കേക്കാപ്പിൽ റോഡിലെ കൃഷ്ണന്റെ വീടിന് മുകളിൽ മാവ് മുറിഞ്ഞു വീഴുകയും കൊയോങ്കര, കണിച്ചുകുളങ്ങര, അടൂർ ചാമുണ്ഡി ക്ഷേത്രത്തിന്റെ ഷീറ്റ് പറന്നു പോവുകയും ചെയ്തു. മുട്ടത്ത് നാരായണൻ മാസ്റ്ററുടെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാഞ്ഞിരമരം കടപുഴകി വീണു. അരിയിൽ ബാബുവിന്റെ തെങ്ങും മറിഞ്ഞു വീണു. മുറ്റത്ത് നിർത്തിയിട്ട കാറിന് മുകളിൽ മാവ് മറിഞ്ഞു വീഴുകയും ചെയ്തു. വ്യാഴാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിറ്റി, പഞ്ചായത്ത് അംഗം M. ഷൈമ, വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസർ TV സന്തോഷ് കുമാർ, കൃഷി ഓഫീസർ A. റെജീന, കൃഷി അസിസ്റ്റന്റ് V. സജിത്ത് ഉൾപ്പെടെയുള്ളവർ ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം മുറിഞ്ഞു വീണു. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. ഓട്ടോ പൂർണ്ണമായും തകർന്നു. കോഴിക്കോട് ആശുപത്രിയിൽ ട്രെയിനിൽ പോകുന്നതിനെത്തിയവർ നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് അർദ്ധരാത്രിയുണ്ടായ ചുഴലിക്കാറ്റിൽ കൂറ്റൻ മാവ് കടപുഴകി വീഴുകയായിരുന്നു. പ്രദേശത്തു കൂടി കടന്നു പോകുന്ന ഹൈടെൻഷൻ വൈദ്യുത ലൈൻ കാറ്റിൽ തകർന്ന് റോഡിൽ വീണു. റെയിൽവേ സ്റ്റേഷന് പിന്നിൽ നിന്നും വില്ലേജ് ഓഫീസ് പരിസരം വരെ കടന്നു പോകുന്ന ഹൈടെൻഷൻ ലൈൻ 8 തൂണുകൾ ഉൾപ്പെടെയാണ് റോഡിലേക്ക് തകർന്നു വീണത്. ഇതോടെ ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പകലും പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങി. വൈകുന്നേരത്തോടെ വൈദ്യുത ജീവനക്കാർ തൂണുകൾ സ്ഥാപിക്കാനും ലൈൻ വലിക്കാനുമുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആരോഗ്യരംഗത്ത് സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി VN വാസവൻ. കുമ്പള ജനറൽ വർക്കേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി ഓഫീസിന്റെയും കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി ഡിജിറ്റലൈസേഷൻ ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വലിയ മുന്നേറ്റം നടത്തുവാൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞുവെന്നും സ്വകാര്യ ആശുപത്രികളിൽ ഈടാക്കുന്ന ചികിത്സാ ചിലവുകളുടെ പകുതി മാത്രമേ സഹകരണ ആശുപത്രികളിൽ വാങ്ങിക്കുന്നുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു.
സാമൂഹ്യ പ്രതിബദ്ധതയാണ് സഹകരണ ആശുപത്രികളുടെ പ്രധാന ലക്ഷ്യം. കോവിഡ് കാലത്ത് സഹകരണ ആശുപത്രികൾ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നും സ്വകാര്യ ആശുപത്രികൾ 3000 രൂപ ഈടാക്കിയ പൾസ് ഓക്സിമീറ്ററുകൾ 500 രൂപയ്ക്ക് ലഭ്യമാക്കി ജനങ്ങൾക്കൊപ്പം നിൽക്കുവാൻ നമുക്ക് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ ആശുപത്രികൾ കേരളത്തിൽ ആതുര സേവന രംഗത്ത് വിലപ്പെട്ട സംഭാവന നൽകിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ ആരോഗ്യ പരിരക്ഷയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ പ്രാവശ്യത്തെ NCDC-യുടെയും സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെയും ഒക്കെ അവാർഡ് നേടിയ സഹകരണ സംഘങ്ങളിലൊന്നാണ് കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നത്. ഏറെ സന്തോഷകരമാണ്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മാതൃകാപരവും അതോടൊപ്പം തന്നെ സഹകരണ മേഖലയ്ക്ക് വലിയ രൂപത്തിലുള്ള സംഭാവന നൽകിക്കൊണ്ടുമുള്ളതാണ് എന്നെടുത്തു പറയുകയാണ്. അതിന് സഹായകരമായി ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റ് കൂടി സ്ഥാപിക്കുന്നതോടെ അവിടെ പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ കൂടി സൗകര്യപ്പെടുത്തുകയാണ്. ഈ രണ്ട് തരത്തിലും ഈ ആശുപത്രിയുടെ പുരോഗതിയിൽ ഒരു പടി കൂടി മുന്നോട്ട് വരാൻ നേതൃത്വപരമായി പങ്കുവഹിച്ച പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെയും അതുപോലെ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ ജീവനക്കാരെയും ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട അണിയറ ശില്പികളെയും എല്ലാം സംസ്ഥാന സഹകരണ വകുപ്പിന് വേണ്ടി അനുമോദിക്കുകയാണ്. ചടങ്ങിൽ കാസർഗോഡ് കോപ്പറേറ്റീവ് യൂണിയൻ സർക്കിൾ ചെയർമാൻ KR ജയാനന്ദ അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിൻ തോമസ്, K വിജയൻ നമ്പ്യാർ എന്നിവരെ മന്ത്രി ആദരിച്ചു. ബാങ്കിൻ്റെ ലോക്കിൻ്റെയും സ്ഥിര നിക്ഷേപത്തിൻ്റെയും ഉദ്ഘാടനം കാസർഗോഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ജോയിന്റ് രജിസ്ട്രാർ K ലസിത നിർവഹിച്ചു. വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സഹകരണ സൊസൈറ്റി ഭാരവാഹികളും സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് P രഘുദേവൻ സ്വാഗതവും കുമ്പള ജനറൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് DN രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കായികാധ്യാപക സംഘടന മുൻ സംസ്ഥാന പ്രസിഡന്റ് KM ബല്ലാൾ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത കായികാധ്യാപക സംഘടന സിന്ദാബാദ്. കായികാധ്യാപക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക, തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക, ജനറൽ അധ്യാപകരായി പരിഗണിക്കുക, ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യവിഷയമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KPSPET, DPEDA കേരള എന്നീ കായികാധ്യാപക സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ചിൽ നിരവധി അധ്യാപകർ പങ്കെടുത്തു. തുടർന്ന് DDE ഓഫീസിന് മുന്നിൽ ധർണ നടന്നു. കായികാധ്യാപക സംഘടന മുൻ സംസ്ഥാന പ്രസിഡന്റ് KM ബല്ലാൾ ധർണ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പ്രീതിമോൾ സ്വാഗതം പറഞ്ഞു. മുൻ സംസ്ഥാന ട്രഷറർ K സൂര്യനാരായണ ഭട്ട്, K ധനേഷ് കുമാർ, KV ബിജു, ശ്യാം പ്രസാദ്, സാഫിൽ അഹമ്മദ്, അബ്ദുൽ ഷുക്കൂർ, അനിത കുഞ്ചത്തൂർ, K രാധ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള പഞ്ചായത്തിലെ മുൻ ജീവനക്കാരൻ പണം തട്ടിയെടുത്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറ. ഇത് സംബന്ധിച്ച് അടിയന്തര ഭരണസമിതി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും UP താഹിറ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുമ്പള ഗ്രാമപഞ്ചായത്തിലെ മുൻ അക്കൗണ്ടന്റ് രമേശും സാമ്പത്തിക ക്രമക്കേട് നടത്തിയത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അടിയന്തര ഭരണസമിതി യോഗം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും അവർ അറിയിച്ചു. കൃത്യനിർവഹണത്തിൽ നിരന്തരമായി മാറി നിൽക്കുന്നതിനാൽ കഴിഞ്ഞ മെയ് 16-ന് പഞ്ചായത്ത് ഭരണസമിതി രമേശിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പഞ്ചായത്തിലെ രമേശിന്റെ പ്രവർത്തന കാലയളവായ 2023 സെപ്റ്റംബർ മുതൽ 2024 മെയ് വരെയുള്ള പ്രവർത്തനങ്ങളും ഇടപാടുകളും പരിശോധിച്ചപ്പോൾ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായി ബോധ്യപ്പെട്ട ഉടൻ തന്നെ സംഭവം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും കുമ്പള പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ജോയിന്റ് ഡയറക്ടർ ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 11,04,959 രൂപ അക്കൗണ്ടിന്റെ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി മനസ്സിലായി. സാമ്പത്തിക ഇടപാടുകൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലോഗിനിൽ വരണമെന്നിരിക്കെ ലോഗിനിൽ വരുത്താതെ കൃത്രിമം കാട്ടിയാണ് ഇദ്ദേഹം തുക അപഹരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് AKM അഷ്റഫ് MLA മുഖേന മുഖ്യമന്ത്രി പിണറായി വിജയൻ, വകുപ്പ് മന്ത്രി MP രാജേഷ് എന്നിവർക്കും പരാതി നൽകുമെന്നും പ്രസിഡന്റ് താഹിറ യൂസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
ഒരേ മാസം 2 പ്രാവശ്യം പോയതായി കണ്ടതിൻ്റെ തുടർന്നു അപ്പോൾ തന്നെ JD ഓഫീസിൽ അറിയിക്കുകയും JD ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ പിറ്റേ ദിവസം തന്നെ പഞ്ചായത്തിൽ അയക്കപ്പെടുകയും അവരെ അന്വേഷിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ അന്വേഷിച്ചതിൽ 11,04,959 രൂപ നമുക്ക് തനത് ഫണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടതായി കണ്ടു. വൈസ് പ്രസിഡന്റ് നാസർ മൊഗ്രാൾ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ M സബൂറ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ BA റഹ്മാൻ ആരിക്കാടി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നസീമ ഖാലിദ്, പഞ്ചായത്ത് അംഗം യൂസഫ് ഉളുവാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റോട്ടറി ക്ലബ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകി. കാസർഗോഡ് AR ക്യാമ്പിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ജില്ലാ പോലീസ് മേധാവി P ബിജോയ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് കാസർഗോഡ്, SP ഓഫീസ് കാസർഗോഡ്, IMA കാസർഗോഡ്, IAP കാസർഗോഡ് എന്നിവയുമായി സഹകരിച്ച് കാസർഗോഡ് AR ക്യാമ്പിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എമർജൻസി ലൈഫ് സപ്പോർട്ട്, BLS, CPR, ഫസ്റ്റ് എയ്ഡ് എന്നിവയിൽ പരിശീലനം നൽകി. ജില്ലാ പോലീസ് മേധാവി P ബിജോയ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ സ്വയരക്ഷയ്ക്കും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ രക്ഷയ്ക്കും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു അറിവ്. അതുപോലെ തന്നെ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമെങ്കിലും CPR ഒക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവിടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ്. അത് നേരിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ട്രെയിനിങ് തരുന്നത്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും സീരിയസ്നെസ്സോടുകൂടി ഈ ട്രെയിനിങ് സെഷൻ നിങ്ങൾ കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്താൻ ഒരു അപകടഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്ക് മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിനാദ്യമായി തന്നെ ഞാൻ ഈ റോട്ടറി ക്ലബിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കേരള പോലീസിന് വേണ്ടി. റോട്ടറി ക്ലബ് കാസർഗോഡ് പ്രസിഡന്റ് റൊട്ടേറിയൻ ഡോക്ടർ B നാരായണ നായിക്, അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ അനൂപ് നായർ എന്നിവർ ക്ലാസ് എടുത്തു. വായിൽ ഫോറിൻ ബോഡി കാണുന്നതുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. ഉള്ളിലോട്ട് കൈയിടാൻ പാടില്ല. കാണുന്ന ഫോറിൻ ബോഡി ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് ഇവിടെ കാല് വെച്ചു, കൈ ഇങ്ങനെ വെച്ചു. ഇത് നോർമൽ ഇൻഡിവിജ്വൽ ട്രൈ ചെയ്യരുത്, ഫോറിൻ ബോഡി ഉള്ളവർ മാത്രം. ഇൻ ആൻഡ് അപ്പ്, ഇൻ ആൻഡ് അപ്പ്, ഇൻ ആൻഡ് അപ്പ്, ഇൻ ആൻഡ് അപ്പ്. ഇങ്ങനെ 5 ടൈംസ് ചെയ്തു. തൊണ്ടയിൽ ഉണ്ടോ നോക്കുന്നു, റിമൂവ് ചെയ്യാൻ നോക്കുന്നു. ഇനി ഇത് സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് ഹെംലിംഗ് എന്ന് പറയുന്നുള്ള ടെക്നിക്ക്. ഇങ്ങനെ പിടിക്കുക, ബാക്കിലേക്ക് സ്ട്രോക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് 5 ടൈംസ്. 1, 2, 3, 4, 5. ഓക്കെ, തിരിച്ച് പിടിച്ചു. വായിലുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യുക. ചെസ്റ്റ് കംപ്രഷൻ കുട്ടികളിൽ ഇങ്ങനെ ഉള്ള സന്ദർഭം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. 1, 2, 3, 4, 5. ഓക്കെ, തിരിച്ച് പിടിച്ചു. 1, 2, 3, 4, 5. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. DHQ റിസർവ് ഇൻസ്പെക്ടർ മധുസൂദനൻ PV, റോട്ടറി ക്ലബ് കാസർഗോഡ് സെക്രട്ടറി റിട്ടേറിയൻ ഹരിപ്രസാദ് K, ജോയിന്റ് സെക്രട്ടറി വിശ്വജിത്ത് എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. CPR പരിശീലനം, ടോണ്ടയിൽ നിന്ന് ഫോറിൻ ബോഡി നീക്കം ചെയ്യാനുള്ള ഹേംലിച്ച്, എയർവേ മാനേജ്മെന്റ് ആൻഡ് CPR, ചൈൽഡ് CPR എന്നിവയിൽ 75 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി. സ്പെഷ്യൽ ബ്രാഞ്ച് SI M സദാശിവൻ സ്വാഗതവും DHQ ASI സുരേഷ് നന്ദിയും പറഞ്ഞു. റോട്ടറി ക്ലബ് കാസർഗോഡ് അതിൻ്റെ ജില്ലാ മുൻഗണനാ പരിപാടിയുടെ കീഴിൽ ഗിഫ്റ്റ് ഓഫ് ലൈഫ് പരിപാടി നടത്തിവരുന്നു. ഇതിന്റെ ഭാഗമായാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം നേതൃത്വത്തിൽ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ ലോക ശ്രദ്ധയാകർഷിച്ച KMCCയുടെ ഗ്ലോബൽ ലീഡേഴ്സ് മീറ്റ് നടത്തി. വടക്കേക്കാട്ടിൽ നടന്ന മീറ്റ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VKP ഹമീദ് അലി ഉദ്ഘാടനം ചെയ്തു. ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ, അലൈൻ, കുവൈറ്റ്, റിയാദ്, ജിദ്ദ, ഖത്തർ, ബഹ്റിൻ, മസ്കറ്റ്, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ 13 രാജ്യങ്ങളിലെ KMCC നേതാക്കളാണ് ലീഡേഴ്സ് മീറ്റിൽ ഒത്തുചേർന്നത്. അടിക്കടി വിമാന ടിക്കറ്റ് നിരക്കുയർത്തുന്ന എയർ ഇന്ത്യയുടെ നടപടിയിൽ ലീഡേഴ്സ് മീറ്റിൽ ആശങ്ക ഉയർന്നു. പ്രവാസികളെ പിഴിയുന്ന തരത്തിൽ നിരക്ക് വർധനവ് ഒഴിവാക്കാൻ അധികൃതർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം അംഗീകരിച്ചു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷാ കേന്ദ്രങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിലും അനുവദിക്കണമെന്ന് മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. KMCC ഗ്ലോബൽ ലീഡേഴ്സ് മീറ്റ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VKP ഹമീദ് അലി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയിൽ 5 നിയോജകമണ്ഡലമുണ്ട്. 5 നിയോജകമണ്ഡലത്തിൻ്റെ മുമ്പിൽ അതിശക്തമായ അഭിമാനം ഉന്നയിച്ചിരിക്കുന്നുണ്ട്. അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി ഇരിക്കാൻ കഴിയും. ഞങ്ങൾക്കൊരു മിനിറ്റ് കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട. എന്താ TC ഇങ്ങനെ നിങ്ങളുടെ മണ്ഡലം, എന്താ VKP ഇങ്ങനെ മണ്ഡലം
എന്നൊന്ന് ചോദിക്കപ്പെടേണ്ട ഒരു അവസരം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ തുടർ ഒരു ചരിത്രം എന്ന നിലയിലാണ് ഇതുവരെ സംഘടിപ്പിക്കാത്ത തൃക്കരിപ്പൂർ യൂണിവേഴ്സിറ്റിയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള നമ്മുടെ KMCCയുടെ പ്രവർത്തകന്മാരെ നിയമിച്ചിരുന്നു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്നാണ് അവർ ചോദിക്കുന്നത്. അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് ആമുഖ പ്രസംഗം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TCA റഹ്മാൻ, ഷാർജ KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജമാൽ ബൈത്താൻ, കുവൈറ്റ് KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇക്ബാൽ മാവിലാടം, സുലൈമാൻ കുലേരി, ലത്തീഫ് നീലഗിരി, NKP മുഹമ്മദ് കുഞ്ഞി, A മുസ്തഫ ഹാജി, PKC അബ്ദുള്ള, മുഹമ്മദ് കൂളിയാട്, നിസാം പട്ടേൽ എന്നിവർ സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജനാധിപത്യ ചേരിയുടെ ജീവൻ മരണ പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചതെന്ന് കുമ്പള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസർ മൊഗ്രാൽ. മൊഗ്രാൽ ദേശീയവേദി സംഘടിപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൊഗ്രാൽ ദേശീയവേദി സംഘടിപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് നടന്നു. കുമ്പള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസർ മൊഗ്രാൽ സമ്മാന വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ ചേരിയുടെ ജീവൻ മരണ പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവചന മത്സര വിജയികളായ സരസ്വതി ഭായ് KK പയ്യന്നൂർ, റാഫി ഏരിയാൽ എന്നിവർക്കാണ് ചടങ്ങിൽ വെച്ച് ട്രോഫിയും സമ്മാനങ്ങളും വിതരണം ചെയ്തത്. ഉത്തരദേശം സബ് എഡിറ്റർ ജാബിർ കുന്നിൽ, GHSS ചെമ്മനാട് PTA പ്രസിഡന്റ് കാർവർണൻ കാവുങ്കാൽ എന്നിവർ മുഖ്യാതിഥികളായി. ദേശീയവേദി പ്രസിഡന്റ് M വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി റിയാസ് മൊഗ്രാൽ സ്വാഗതം പറഞ്ഞു. മൺമറഞ്ഞുപോയ ദേശീയവേദി അംഗം TK അയ്യപ്പൻ, ദേശീയവേദി മുൻ സെക്രട്ടറി മുഹമ്മദ് സ്മാർട്ടിന്റെ മാതാവ് നഫീസ, അബ്ദുൽ ഖാദർ കുട്ടിയാമ്പളപ്പ് എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുസ്മരിച്ചു. M മാഹിം മാസ്റ്റർ, ദേശീയവേദി ഗൾഫ് പ്രതിനിധികളായ PV അൻവർ, MGA റഹ്മാൻ, ട്രഷറർ HM കരീം, AM സിദ്ദീഖ് റഹ്മാൻ, അഷ്റഫ് പെർവാഡ്, അബ്ദുള്ള കുഞ്ഞി നടുപ്പള്ളം, BA മുഹമ്മദ് കുഞ്ഞി, MA മൂസ, TK അൻവർ, MM റഹ്മാൻ, മുഹമ്മദ് അബ്കോ, TK ജാഫർ, മുഹമ്മദ് സ്മാർട്ട്, അഷ്റഫ് സാഹിബ്, MA അബ്ദുറഹ്മാൻ സുർത്തിമുല്ല, ഹമീദ് പെർവാഡ്, മിഷാൽ റഹ്മാൻ, BA സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഫാം തൊഴിലാളികൾ ആഗസ്റ്റ് 8-ന് സൂചനാ പണിമുടക്ക് നടത്തും. ഇതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രകടനമായെത്തി കാസർഗോഡ് ഫാം ഓഫീസിൽ സമര നോട്ടീസ് നൽകി. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 3 കാഷ്വൽ തൊഴിലാളികളായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ പിരിച്ചുവിട്ട നടപടി പിൻവലിക്കണമെന്നും ഫാം തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ച് എല്ലാ ആനുകൂല്യങ്ങളും ഉടൻ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഫാം തൊഴിലാളികൾ ആഗസ്റ്റ് 8-ന് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഫാം ഓഫീസിൽ സമര നോട്ടീസ് നൽകി. തൊഴിലാളികൾ പ്രകടനമായെത്തിയാണ് സമര നോട്ടീസ് നൽകിയത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TK രാജൻ, കാസർഗോഡ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി K സുന്ദര, CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 9 തീയതി മുതൽ ഞങ്ങൾ തുടർച്ചയായ സമരത്തിലാണ്, സത്യാഗ്രഹത്തിലാണ്. പക്ഷേ ഒന്ന് ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, കടുത്ത ശത്രുതാപരമായ നിലപാടാണ് CITU മെമ്പർമാരായ തൊഴിലാളികളോട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണിക്കുന്നത്. ഏറ്റവും വിരോധാഭാസമായി ഞങ്ങൾക്ക് തോന്നുന്നത് ഈ തൊഴിലാളികൾ ലീവ് എടുത്തു എന്നൊരു കുറ്റമാണ് ചെയ്തത്. അതേസമയം കള്ള് കച്ചവടം നടത്തി ജയിലിലായവർ, ക്രിമിനൽ കേസിൽപ്പെട്ട് പ്രതികളായി ജയിലിൽ കിടന്നവർ, അവരെല്ലാം ജയിലിൽ കിടന്നതിന് ശേഷം വന്നതിന് ശേഷം തിരിച്ചെടുത്തിരിക്കുന്നു. അവരെല്ലാം മന്ത്രിവിലാസ യൂണിയൻ്റെ മെമ്പർമാരാണ്. അവർക്ക് പ്രത്യേക പരിഗണന, CITU അംഗങ്ങൾക്ക് പ്രത്യേക പരിഗണന. ഈ പരിഗണന ഈ രൂപത്തിൽ വിവേചനം അവസാനിപ്പിക്കണമെന്നാണ് പ്രധാനമായും ഞങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ സർക്കാർ ജീവനക്കാരെ അംഗീകരിച്ച് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാൻ ആവശ്യമായ തീരുമാനം വരണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംവാദങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്കാവണമെന്നും വിദ്വേഷങ്ങളിലൂടെ സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കരുതെന്നും ഡയലോഗ് സെന്റർ കേരള ഡയറക്ടർ T മുഹമ്മദ് വേളം പറഞ്ഞു. ഡയലോഗ് സെന്റർ കേരളയുടെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ PP അബ്ദുൽ ലത്തീഫിന്റെ പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PP അബ്ദുൽ ലത്തീഫിന്റെ ഖുറാനിലെ മറിയം, ഡോക്ടർ സക്കീർ ഹുസൈന്റെ അപ്പോസ്തലന്മാരുടെ വഴി മുസ്ലിങ്ങളുടേതോ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം കാസർഗോഡ് ഡയലോഗ് സെന്റർ ഹാളിൽ വെച്ച് നടന്നു. മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. പരസ്പരം മനസ്സിലാക്കുവാൻ, പരസ്പരം ആളുകളെ അറിയുവാൻ, പരസ്പരം മതങ്ങളെ അറിയുവാൻ, ഇതൊക്കെ തന്നെയാണ് നമ്മൾക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്നുള്ളത് ഓരോ ജനങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ
എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മൾ പരസ്പരം ഐക്യപ്പെടണം. നാടിൻ്റെ നന്മ എന്ന് പറയുന്നത് അത് നമ്മുടെ ഐക്യത്തിൽ കൂടിയാണ്. ആ മാനസിക ഐക്യം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഡയലോഗ് സെന്റർ കേരള ഡയറക്ടർ ടി മുഹമ്മദ് വേള മുഖ്യപ്രഭാഷണം നടത്തി. ക്രൈസ്തവത ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന്, ഇസ്ലാം മുസ്ലിം പള്ളിയിൽ നിന്ന്, അതിൻ്റെ മതയിടങ്ങളിൽ നിന്ന് ഇറങ്ങി പൊതുമണ്ഡലത്തിലേക്ക് വരികയും അവിടെ പരസ്പരം സംവദിക്കുവാൻ ഇസ്ലാമിനും ക്രൈസ്തവതക്കും മാത്രമല്ല എന്തിനും സാധിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് മതങ്ങൾക്കും മതത്തിന് പുറത്തുള്ള മനുഷ്യർക്കും ഇരുമതങ്ങളിലും പല മതങ്ങളിലുമുള്ളവർക്കുമെല്ലാം ഗുണകരമായിട്ടുള്ള ഒരു കാര്യം. ആ ഒരു സാംസ്കാരിക നിലവാരത്തിലേക്കാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ എത്തിച്ചേരേണ്ടത്. അല്ലാതെ അഭിപ്രായ വ്യത്യാസം എവിടെയുണ്ടോ അവിടെ ഉടനെ അക്രമം പൊട്ടിപ്പുറപ്പെടും, ആയുധം കയ്യിലെടുക്കും, എന്നിട്ട് പിന്നെ അക്രമവും ആയുധവും വിധി തീർപ്പ് നടത്തുമെന്ന് പറയുന്നത് എത്ര സംസ്കാരശൂന്യമായിട്ടുള്ള കാര്യമാണ്. ആശയങ്ങളുടെ മണ്ഡലത്തിൽ വിധി തീർപ്പ് നടത്തേണ്ടത് ആയുധങ്ങളല്ലല്ലോ, മറിച്ച് മനുഷ്യന്റെ യുക്തിബോധവും ബുദ്ധിയും ചരിത്രബോധവും ഒക്കെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡയലോഗ് സെന്റർ കാസർഗോഡ് ചാപ്റ്റർ മുഖ്യ രക്ഷാധികാരി സയ്യിദ് ഉമർ അധ്യക്ഷത വഹിച്ചു. ചെർക്കള മാർത്തോമ റവറൻ ഫാദർ മാത്യു ബേബി, സിസ്റ്റർ ജയ അൻഡോക്ക് ഖുറാനിലെ മറിയം എന്ന പുസ്തകവും, ഫാദർ ജോർജ് വിൻസെന്റ്, ഫാദർ വിൻസെന്റ് ചാക്കോയ്ക്ക് അപ്പോസ്തലന്മാരുടെ വഴി മുസ്ലിമുകളുടേതോ എന്നീ പുസ്തകവും കൈമാറി പ്രകാശനം ചെയ്തു. KSA ഹോസ്പിറ്റൽ ചെയർമാൻ അൻവർ സദാത്ത്, തനിമ കാസർഗോഡ് ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സത്താർ, MKC സൈനബ, സമീൽ മഹ്സൂൻ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KI അബ്ദുൽ ലത്തീഫ് സ്വാഗതവും ജമാഅത്തെ ഇസ്ലാമി ജില്ലാ ജനറൽ സെക്രട്ടറി PS അബ്ദുല്ലക്കുഞ്ഞി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ABC സെയിൽസ് കോർപ്പറേഷനിൽ ജാക്വാർ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രൗഢമായ ചടങ്ങിൽ ജാക്വാർ കേരള ബ്രാഞ്ച് ഹെഡ് രൂപേഷ് കോശി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബിൽഡിംഗ് മെറ്റീരിയൽ വ്യാപാര രംഗത്തെ അധികായരായ APCയുടെ വിദ്യാനഗറിലുള്ള കാസർഗോഡ് ഷോറൂമിൽ ജാക്വാർ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനമാരംഭിച്ചു. സാനിറ്ററി ബാത്ത് വെയർ രംഗത്തെ ബ്രാൻഡ് നെയിമാണ് ജാക്വാർ. കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും മികച്ച വിലയിൽ ഇനി APCയിൽ ആരംഭിച്ച എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നിന്നും ലഭിക്കും. പ്രൗഢമായ ചടങ്ങിൽ ജാക്വാർ കേരള ബ്രാഞ്ച് ഹെഡ് രൂപേഷ് കോശി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എത്തിക്കുകയെന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് APC ഗ്രൂപ്പ് തങ്ങളുടേതായിട്ടുള്ള ദൗത്യം തുടരുന്നത്. മറ്റൊരു സ്ഥാപനം നൽകാത്ത രീതിയിലുള്ള ഗ്യാരണ്ടി. പലരും ജാഗ്വാർ ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡാണെന്ന് അറിയാം, പക്ഷേ ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ബ്രാൻഡാണോ എന്ന് ഒരു പക്ഷേ സംശയിക്കാറുണ്ട്. ജാഗ്വാർ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇത്രയും ബ്രാൻഡുകളുടെ ആധിക്യം കേരളത്തിലുണ്ടെങ്കിലും ഇത്രയും ബ്രാൻഡുകളുടെ ആധിക്യം ഇന്ത്യയിലുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ജാഗ്വാർ മാത്രം ഇങ്ങനെ ബഹുദൂരം മറ്റു ബ്രാൻഡുകളെ പിന്നിലാക്കി മുന്നിൽ നിൽക്കുന്നത്? നിങ്ങൾ മറ്റു ബ്രാൻഡുകളുമായിട്ടുള്ള അന്തരം എന്തുകൊണ്ടാണ് ഇത്രയും വലുതായിരിക്കുന്നത്? വളരെ ചുരുക്കത്തിൽ ഒരു 2 കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് അതിൻ്റെ സുപ്രീം ക്വാളിറ്റി തന്നെയാണ്. രണ്ടാമത്തെയും സുപ്രധാനമായ കാര്യം അതിൻ്റെ ആപ്റ്റായിട്ടുള്ള പ്രൈസിങ്ങുമാണ്. ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഇത് 2 ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ABC ഫൗണ്ടർ ഡയറക്ടർമാരായ മുഹമ്മദ് ജാബിർ, ജുനൈദ് എന്നിവരും ഡയറക്ടർമാരായ മുഹമ്മദ് തസ്ലീം, മുഹമ്മദ് റാഫി, മുഹമ്മദ് അൻവർ, അബ്ദുല്ല എന്നിവരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നായന്മാർമൂല യൂണിറ്റ് പ്രസിഡന്റ് ഇബ്രാഹിം പടിഞ്ഞാർമൂല, ബദറുദ്ദീൻ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു. ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡിനെ കുറിച്ച് ചോദിച്ചാൽ ഐഡിയ കുറവാണ്. ഇവിടെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രൈസിന്റെ പുറത്താണ് കൂടുതൽ പോവുക, ബ്രാൻഡ് വേണ്ട എന്നുള്ളതാണ്. ബട്ട് പയ്യന്നൂർ കാഞ്ഞങ്ങാട് ABC സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നെ ആൾക്കാർക്ക് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഫിനിഷസും സർവീസും തിരിച്ചറിഞ്ഞതിന് ശേഷം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് എടുക്കാൻ ആൾക്കാർക്ക് തുടങ്ങി. അതിന് നല്ല സപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് വലിയൊരു സപ്പോർട്ട് നമുക്ക് ചെയ്തത് ജാഗ്രത തന്നെയാണ്. മറ്റാർക്കും നൽകുവാനാകാത്ത ക്വാളിറ്റിയും കളക്ഷനുകളുമാണ് കാസർഗോഡ് ABCയുടെ സവിശേഷത. ടൈൽസുകൾ, സാനിറ്ററി വെയർ, കിച്ചൺ സാമഗ്രികൾ എന്നിവയുടെ കലവറ എന്ന് തന്നെ ABCയെ വിശേഷിപ്പിക്കാം. ടൈൽ, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ കാസർഗോട്ടെ ഏറ്റവും വലിയ ഷോറൂമാണ് ABC. 25,000 ചതുരശ്ര അടി ഡിസ്പ്ലേ ഏരിയയാണ് കാസർഗോഡ് ABCയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
അണങ്കൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സൈബർ സുരക്ഷ, പോക്സോ, ലഹരിയുടെ ഉപയോഗം, പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും എന്നീ വിഷയങ്ങളിലായിരുന്നു ബോധവൽക്കരണം നൽകിയത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ക്ലാസ്സിൽ പങ്കെടുത്തു. അണങ്കൂർ ഗവൺമെന്റ് LP സ്കൂളിൽ PTA, MPTA ജനറൽ ബോഡി യോഗത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സൈബർ സുരക്ഷ, പോക്സോ, ലഹരിയുടെ ഉപയോഗം, പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും എന്നീ വിഷയങ്ങളിലായിരുന്നു രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി ബോധവൽക്കരണം നൽകിയത്. സൈബർ സുരക്ഷ, പോക്സോ, ലഹരിയുടെ ഉപയോഗം എന്നീ ക്ലാസുകൾ സോഷ്യൽ പോലീസിംഗ് ഡിവിഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ PK രാമകൃഷ്ണൻ, ശശിധരൻ എന്നിവർ നയിച്ചു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കുട്ടികൾ വളരുന്നത് നമ്മൾ കണ്ടിട്ട് അല്ലേ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് തന്നെയാണ് അവർ അനുകരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു അത് കുട്ടികൾ അനുകരിക്കും. അങ്ങനെയല്ലേ സുന്ദരി? നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ആണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് സംസാരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ട്. നമ്മുടെ കുട്ടിക്കാലത്തെ വീട്ടിലുള്ള അച്ഛനും അമ്മയും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പയർന്നു നോക്കി ആ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞു എന്ത് ചെയ്യും? എണീക്കുക ഇല്ല. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ആ പ്രവൃത്തികൾ തന്നെയാണ് മക്കൾ പിന്തുടരുന്നത്. ആദ്യം അവരുടെ പാഠശാല എന്ന് പറയുന്നത് വീടാണ്. പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും എന്നീ വിഷയത്തിൽ ആരോഗ്യ വിഭാഗത്തിലെ നഴ്സ് ജലജ ക്ലാസ് എടുത്തു. മിഥുൻ കുമാർ PK അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റർ ശാന്തി K സ്വാഗതവും റംഷാദ് T നന്ദിയും പറഞ്ഞു. ക്ലാസുകൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ അറിവ് നൽകുന്നതായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാവുകോളി ശ്രീ ശിവക്ഷേത്ര ചതുർവേദ ജ്ഞാന മഹായജ്ഞത്തിന്റെ ഭാഗമായി നക്ഷത്ര വനവൽക്കരണ പരിപാടി ശനിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാവുകോളി ശ്രീ ശിവക്ഷേത്ര ചതുർവേദ ജ്ഞാന മഹായജ്ഞത്തിന്റെ ഭാഗമായി നക്ഷത്ര വനവൽക്കരണ പരിപാടി ശനിയാഴ്ച ക്ഷേത്ര പരിസരത്ത് നടക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടുവന്ന നക്ഷത്ര ഔഷധ സസ്യങ്ങളായിരിക്കും വച്ചുപിടിപ്പിക്കുക. തുടർന്ന് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം രവീശ് തന്ത്രി കുണ്ടാർ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ ദീപപ്രജ്വലനം ചെയ്ത് ആരംഭിക്കുന്ന ചടങ്ങിൽ ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു അസ്ര അധ്യക്ഷത വഹിക്കും. തൃശൂർ രാമകൃഷ്ണ മഠം ബ്രഹ്മസ്വരൂപാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. റിട്ടയർഡ് ശ്യാംഭട്ട് IAS മുഖ്യാതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ 4 വേദങ്ങളും 16 വേദികളിലായിട്ട് പൂർണ്ണമായും പാരായണം ചെയ്യുകയും വൈകുന്നേരങ്ങളിൽ അതിൻ്റെ സാരാംശം വിശദീകരിച്ചു കൊടുക്കുകയും അതോടൊപ്പം വേദസംബന്ധമായിട്ടുള്ള പൂജ ഹോമാദികൾ 5ാമതൊരു യജ്ഞമുണ്ട് യജ്ഞശാലയിൽ. 4 യജ്ഞശാലകളിലായിട്ട് 4 വേദങ്ങളും 5ാമത്തെ യജ്ഞശാലയിൽ നമ്മുടെ ഹോമാദികളും ഒന്നിച്ച് നടത്തുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് വരാൻ പോകുന്നത്. ലോകത്താദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഗണേശ് മാവനക്കട്ട, രവീശ് തന്ത്രി കുണ്ടാർ, ലക്ഷ്മി നാരായണ പട്ടേരി, ഡോക്ടർ K മുരളീധരൻ, ജയചന്ദ്രൻ, ഉമേഷ് കടപ്പുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോൺട്രാക്ടേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടോദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് തോയമ്മലിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ചെറുകിട കരാറുകാരുടെ സംഘടനയായ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2001 ജനുവരി 16 കാസർഗോഡ് ജില്ലാ പ്രവർത്തന പരിധിയായി കാസർഗോഡ് ഡിസ്ട്രിക്ട് കോൺട്രാക്ടേഴ്സ് സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചത്. സംഘത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്നു സ്വന്തമായി സ്ഥലമെടുത്ത് ഒരു കെട്ടിടം വേണമെന്നുള്ളത്. മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തോയമ്മൽ ജില്ലാശുപത്രിക്ക് സമീപം നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കേരള സഹകരണ ദേവസ്വം തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന് സഹായകരമാണ് ഇന്നത്തെ പുതിയ ഓഫീസ് മന്ദിരം. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മറ്റൊന്ന്, IT മേഖലയുമായി ബന്ധപ്പെട്ട വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾക്ക് പുതിയ രൂപത്തിലുള്ള ഭാവവും രൂപവും എല്ലാം കൈവരുന്ന കാലഘട്ടമാണ്. അതെല്ലാം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും അത് ഈ സൊസൈറ്റി വഴി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും എല്ലാം കഴിയുന്ന ഭാവനാസമ്പന്നമായ പ്രവർത്തനങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടോടെ നീങ്ങാൻ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ സൊസൈറ്റിയുടെ ഭാരവാഹികളെയെല്ലാം ജീവനക്കാരെയെല്ലാം പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി
ഈ സൊസൈറ്റിയുടെ മന്ദിരോദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഇ ചന്ദ്രശേഖരൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംഘം പ്രസിഡന്റ് EV കൃഷ്ണ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് BM കൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞു. മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, സ്ട്രോങ് റൂം ഉദ്ഘാടനം ജോയിന്റ് രജിസ്ട്രാർ ലസിത എന്നിവർ നിർവഹിച്ചു. സ്വർണ്ണപ്പണയ വായ്പ ഡെപ്യൂട്ടി രജിസ്ട്രാർ M ചന്ദ്രൻ, നിക്ഷേപം സ്വീകരിക്കൽ ഹോസ്തുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ K രാജഗോപാലൻ, ചികിത്സാ സഹായ വിതരണം സംസ്ഥാന കമ്മിറ്റി രക്ഷാധികാരി VKC മുഹമ്മദ് കോയ എന്നിവർ നിർവഹിച്ചു. സംഘടനയുടെ സ്ഥാപക നേതാവ് MV കുഞ്ഞപ്പന്റെ ഫോട്ടോ KGCF സംസ്ഥാന ജനറൽ സെക്രട്ടറി PV കൃഷ്ണൻ അനാച്ഛാദനം ചെയ്തു. സ്ഥാപക ഹോണറേറിയം സെക്രട്ടറി K മൊയ്തു ഹാജിയെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KJ വർഗീസ് ആദരിച്ചു. SLC+2 പരീക്ഷാ വിജയികളെ ജില്ലാ പ്രസിഡന്റ് ഷാഫി ഹാജി അനുമോദിച്ചു. M ബൽരാജ്, P അപ്പുക്കുട്ടൻ, C കരീം ഹാജി, AV ശ്രീധരൻ, VV രമേശൻ, P പ്രഭാകരൻ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, P ഗോവിന്ദൻ, പ്രവീൺ തോയമ്മൽ, C നാരായണൻ, A ആമു, M റഷീദ്, സുരേഷ് കുമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ സഹകരണ മേഖല പ്രവർത്തിക്കുമെന്ന് സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മുഖ്യ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയിൽ ജനകീയ ബാങ്കിംഗ് ഇടപെടലുകൾക്കായി പുതിയ കാല സാങ്കേതിക ശബ്ദ ക്രമീകരണവുമായി കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് നവീകരിച്ച മുഖ്യ ശാഖയിലാണ് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അത്യാധുനിക അനൗൺസ്മെന്റ് ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ തരം വായ്പകൾ, നിക്ഷേപങ്ങൾ, സ്വർണ്ണമൂല്യം, മറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നിശ്ചിത ഇടവേളകളിൽ ബാങ്കിലെത്തുന്ന മെമ്പർമാർക്കും ഇടപാടുകാർക്കും ലഭ്യമാക്കും. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മുഖ്യ ശാഖയുടെ ഉദ്ഘാടനം സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന് ഇന്ന് 70ാം പിറന്നാളാണ്. 7 പതിറ്റാണ്ട് കാലത്തോളം ഈ നാടിൻ്റെ അത്താണിയായി പ്രവർത്തിച്ച ഈ സ്ഥാപനത്തെ ഈ നിലയിലേക്ക് എത്തിച്ച മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ സഹകാരികളെയും ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. അതിൽ അർപ്പണ മനോഭാവത്തോടുകൂടി ജോലി ചെയ്ത എല്ലാ ജീവനക്കാരെയും മൺമറഞ്ഞവരെയും ജീവിച്ചിരിക്കുന്നവരുമെല്ലാം അനുസ്മരിക്കുന്നു. 70ാം പിറന്നാൾ ആഘോഷത്തിന് സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. തുടർന്നും ഇതിൻ്റെ ജൈത്രയാത്ര അനുസ്യൂതം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇ ചന്ദ്രശേഖരൻ MLA മുഖ്യാതിഥിയായി. വളരെ വിശദമായി സമഗ്രമായി തന്നെ കേരളത്തിൻ്റെ സഹകരണ മേഖല നേടിയ നേട്ടങ്ങളെക്കുറിച്ചും പുതിയ കാലഘട്ടത്തിൽ അതിനാവശ്യമായ വിധത്തിൽ വരുത്തിയിട്ടുള്ള ഭേദഗതികളെക്കുറിച്ചും ആ ഭേദഗതികളെ തുടർന്ന് നമ്മുടെ സഹകരണ രംഗവുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണപരമായ നേട്ടങ്ങളെക്കുറിച്ചുമെല്ലാം ഇവിടെ ബഹുമാന്യായ മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ഈ പരിപാടിക്ക് ശേഷം ഏതാണ്ട് 11:30 മണിയാണ് അവരെ സമയം നിശ്ചയിച്ചു. തൊട്ടപ്പുറത്ത് മറ്റൊരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കൂടി ബഹുമാന്യായ മന്ത്രി നിർവഹിക്കാനുണ്ട്. അവിടെ ഞങ്ങളെല്ലാം പങ്കെടുക്കേണ്ടതാണ്. മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ദീർഘമായി പറയുന്നില്ല. മുൻ പ്രസിഡന്റ് AK നാരായണന്റെ ഫോട്ടോ മത്സ്യഫെഡ് ഡയറക്ടർ VV രമേശൻ അനാച്ഛാദനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ലോക്കർ ഉദ്ഘാടനവും ജോയിന്റ് രജിസ്ട്രാർ K ലസിത കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ അധ്യക്ഷത വഹിച്ചു. T ശോഭ, K രാജഗോപാലൻ, K രാജ്മോഹൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, PV സുരേഷ്, M ബൽരാജ്, P അപ്പുക്കുട്ടൻ, പ്രവീൺ തോയമ്മൽ, V കമാരൻ, PK നിഷാന്ത്, ദേവി രവീന്ദ്രൻ, സാബു എബ്രഹാം, VV പ്രസന്നകുമാരി, കമലാക്ഷ, A ശബരീശൻ, A ഷാജി, KV ജയപാലൻ, PV സതീശൻ, മഹമ്മൂദ് മുറിയനാവി, K പ്രഭാകരൻ, TK നാരായണൻ, M പൊക്ലൻ, KV രാഘവൻ, M സേതു തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി VV ലേഖ സ്വാഗതവും ബ്രാഞ്ച് മാനേജർ KV പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള കർഷക സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിക്കുക, കർഷക വഞ്ചന ബജറ്റ് അവസാനിപ്പിക്കുക, മോദി സർക്കാരിന്റെ കർഷക വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ വേട്ടയാടൽ അവസാനിപ്പിക്കുക, വന്യമൃഗശല്യം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കേരള കർഷക സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്.
കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റും മുൻ MLA-യുമായ കെ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP രാമചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് A ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് മുലക്കണ്ടം പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിലും മാർച്ചിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ പ്രതിഷേധം ശക്തമാക്കി CPIM. ബല്ല ലോക്കൽ തല പ്രതിഷേധ പരിപാടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ജനദ്രോഹ കേന്ദ്ര ബജറ്റിനും കേരളത്തോടുള്ള ഉപരോധ സമാനമായ അവഗണനയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി CPIM ബല്ല ലോക്കൽ തല പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. BM കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPIM ബല്ല ലോക്കൽ സെക്രട്ടറി M സേതു സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം M രാഘവൻ, N ഗോപി, P നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ നാശം വിതച്ച് വൻ ചുഴലിക്കാറ്റ്. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. തെങ്ങുകളും മറ്റു മരങ്ങളും വൈദ്യുതി തൂണുകളും ഉൾപ്പെടെ കടപുഴകി വീണു. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KM ബല്ലാൽ ഉദ്ഘാടനം ചെയ്തു. കുമ്പള പഞ്ചായത്തിലെ മുൻ ജീവനക്കാരൻ പണം തട്ടിയെടുത്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറ. അടിയന്തര ഭരണസമിതി യോഗം ചേരും. റോട്ടറി ക്ലബ് കാസർഗോഡ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകി. ജില്ലാ പോലീസ് മേധാവി P ബിജോയ് ഉദ്ഘാടനം ചെയ്തു. കാവുകോളി ശ്രീ ശിവക്ഷേത്ര ചതുർവേദ ജ്ഞാന മഹായജ്ഞം നക്ഷത്ര വനവൽക്കരണ പരിപാടി ശനിയാഴ്ച നടക്കും. ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ സൂചനാ പണിമുടക്ക് ആഗസ്റ്റ് 8-ന് സമര നോട്ടീസ് നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.